നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് പിന്നാലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നടൻ ദിലീപാണ്. തെളിവുകൾ ഉണ്ടായിട്ടും തെളിവുകളില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ടിക്കറ്റ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ ദിലീപിനെ ഒഴിവാക്കുന്നു. അതായത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപിനെതിരെ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇപ്പോൾ അതാ വാർത്തകൾ നിറയുന്നത് നടൻ ദിലീപിന്റെ ശബരിമല ദർശനത്തെ കുറിച്ചാണ്. സാധാരണ ശബരിമലയിൽ പോകുന്നവർ വ്രതം നോറ്റി ഇടിമുടി കെട്ടുമായാണ് സന്നിധാനത്ത് എത്തുന്നത്, 18-ാം പടി ചവിട്ടി. എന്നാൽ നടൻ ദിലീപ് ആകട്ടെ ഇരുമുടിക്കെട്ടില്ലാതെയാണ് ശബരിമലയിൽ എത്തിയത്, അതും 18-ാം പടി ചവിട്ടാതെ. അപ്പോൾ എന്താണെന്ന് നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം ആദ്യമായാണ് ദിലീപ് ഇപ്പോൾ ശബരിമലയിൽ എത്തുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ദിലീപ് സന്നിധാനത്ത് എത്തിയത്. അതും ഇരുമുടി കെട്ടില്ലാത്തതിനാൽ 18-ാം പടി ചവിട്ടാതെയുമാണ് ദിലീപ് സന്നിധാനത്ത് എത്തിയതെന്നാണ് വിവരം. ദിലീപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതായത് 18-ാം പടി ചവിട്ടാതെ കൊണ്ട് സ്വാഭാവികമായും വിവാദങ്ങൾ ഉണ്ടാവും. ആ വിവാദങ്ങൾ ഒഴിവാക്കാനായി പോലീസും അധികൃതരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ സന്ദർശനത്തിന് ശേഷം പിന്നീട് ഒരു 10 മണിയോടെ വീണ്ടും ദർശനത്തിനെത്തിയെന്നും രാവിലെ PRO ഓഫീസിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും തന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. PRO ഓഫീസിൽ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ദിലീപിനെ സോപാനത്തിൽ എത്തിച്ചത്. കഴിഞ്ഞ തവണ ദിലീപ് ശബരിമല ദർശനത്തിന് എത്തിയപ്പോൾ VIP പരിഗണന നൽകിയതും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ദിലീപിനെ ശ്രീകോവിലിന് മുന്നിൽ 10 മിനിറ്റോളം ദർശനത്തിന് അനുവദിച്ചതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. ശബരിമല ദർശനത്തിന് എത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല എന്നാണ് കോടതി അന്ന് നിർദ്ദേശം നൽകിയത്. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദിലീപിന് ദർശനം നടത്തിയതിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിരുന്നു. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ശബരിമലയിൽ സെലിബ്രിറ്റികൾക്കായുള്ള പോലീസ് സുരക്ഷയിൽ അയവ് വരുത്തിയത്. ഇന്നെന്തായാലും ദർശനത്തിനെത്തിയ ദിലീപ് 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സുരക്ഷ ഒരുക്കിയത്. ഉച്ചയോടെ ദിലീപ് മടങ്ങിയേക്കുമെന്നായിരുന്നു വിവരം. അതിനിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പരിപാടിയിലാണ് ദിലീപിനെ ടിക്കറ്റ് കൊടുപ്പിൽ നിന്നും ഒഴിവാക്കിയത്. അതായത് ആദ്യം ദിലീപിനെ ക്ഷണിക്കുകയും പിന്നീട് ദിലീപിനെതിരെയുള്ള പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് ഇത് വിവാദമാകുമെന്നും മനസ്സിലായതോടെയാണ് ക്ഷേത്രത്തിന്റെ നടപടി മാറ്റം വരുത്തിയത്. എന്തായാലും ദിലീപിനെ ക്ഷണിച്ചത് ദേവസ്വം ബോർഡ് അല്ലെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് S. അശോക് കുമാറാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ഷേത്രോപദേശക സമിതിയുടെ തീരുമാനമായിരുന്നു ദിലീപ് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത്. ക്ഷേത്രത്തിലെ പരിപാടിയുടെ നോട്ടീസ് പുറത്തായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിമർശനങ്ങൾ ഉയർന്നു. ഇതോടെയാണ് ദിലീപ് സ്വയം പിന്മാറി എന്ന് വിളിച്ചറിയിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതല്ല, ക്ഷേത്ര കമ്മിറ്റി പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയെന്നും പരക്കെ സംസാരമുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച